ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു വാ കിച്ചൺ. ഇന്നത്തെ റെസിപ്പി മൈ ഓൺ വേർഷനായ മലബാർ ചിക്കൻ ദം ബിരിയാണിയാണ്. കഴുകി വൃത്തിയാക്കി 1 കിലോ ചിക്കൻ ഞാനൊരു കൊളാണ്ടറിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് പോകാൻ വേണ്ടി. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും ആവശ്യത്തിന് സാൾട്ടും ചേർത്ത് നമുക്കൊരു ഹാഫ് ആൻ അവർ മാരിനേറ്റ് ചെയ്ത് വെക്കാം. 250 ml കപ്പ് ഒരു 3 കപ്പ് കൈമ റൈസ് എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അത് ഞാനും ഹാഫ് ആൻ അവർ സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. മീഡിയം സൈസുള്ള 4 സവാള ഞാൻ നൈസായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ചതക്കാനുള്ള മസാല 3 ഇഞ്ച് നീളമുള്ള 2 ഇഞ്ചിയുടെ പീസും, അതുപോലെ സ്പൈസി ആയിട്ടുള്ള ഒരു 15 പച്ചമുളകും, ഒരു 25 ഗാർലിക് ക്ലൗസും കൂടിയിട്ട് നല്ലപോലെ ചതച്ചെടുക്കണം. ബിരിയാണിക്ക് ആവശ്യമുള്ള ഗരം മസാല ഫ്രഷ് ആയിട്ട് തന്നെ പൊടിച്ചെടുക്കുക. ഷാജീര 1 ടീസ്പൂൺ, കുമിക് സീഡ് 1 ടീസ്പൂൺ, ഫെണൽ സീഡ് 1.5 ടീസ്പൂണ്, കാർഡമം 4 എണ്ണം, ക്ലൗസ് 4 എണ്ണം, സിനമൺ സ്റ്റിക്സ് 1 ഇഞ്ച് പീസ് 3 എണ്ണം, അതുപോലെ മെയ്സ് ഫ്ലവർ 1, സ്റ്റാർ അനീസും 1 എണ്ണം മതി. നട്ട്ബഗിന്റെ 1/4 പോർഷൻ ഞാൻ ഗ്രേറ്റ് ചെയ്തിടുന്നുണ്ട്. ഇതെല്ലാം കൂടി ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പം വെക്കുന്ന ബിരിയാണിക്ക് ആവശ്യമുള്ള മസാല മാത്രമാണ് കേട്ടോ. ഇത് റോസ് വാട്ടർ ആണ്. ഇത് കുക്കിംഗ് പർപ്പസിന് യൂസ് ചെയ്യുന്നതാണ്. ഇത് 1 ടീസ്പൂണ് യെല്ലോ ഫുഡ് കളറിലോ അതോ ടർമറിക്കിലോ യൂസ് ചെയ്യുക. അതിൽ 1 ടീസ്പൂൺ വെള്ളവും റോസ് വാട്ടറും ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക. ഇനി ഒരു ബിരിയാണി പോട്ട് അടുപ്പത്ത് വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഗീയും അതുപോലെ 3 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലും ചേർത്തിട്ട് നമുക്ക് നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ച ഒനിയൻ നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. സെയിം പോട്ടിലേക്ക് തന്നെ നമുക്ക് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത 3 മീഡിയം സൈസ് തക്കാളി ഞാൻ ഇട്ടിട്ടുണ്ട്. നല്ലോണം ഉടഞ്ഞു വരുമ്പോഴേക്ക് അതിലേക്ക് നേരത്തെ ചതച്ച് വെച്ച മസാല ഇട്ട് അതിൻ്റെ പച്ചമണം മാറുമ്പോൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു കൈപ്പിടി നിറയെ മിൻറ്റ് ലീവ്സ് ചേർത്ത് ഒരു 10 മിനിറ്റ് നേരം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റിന് ശേഷം ചിക്കൻ്റെ കളറൊക്കെ മാറി വരുമ്പോൾ അതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒനിയന് ദം ചെയ്യാനുള്ള പോർഷൻ മാറ്റി വെച്ചിട്ട് ബാക്കി തേച്ചും ഇതിലേക്ക് ചേർക്കണം. 1.5 ടേബിൾ സ്പൂൺ പൊടിച്ചു വെച്ച ഗരം മസാലയും കൊറിയാണ്ടർ ലീവ്സും 1/2 കപ്പ് കേടും ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. സാൾട്ട് ചെക്ക് ചെയ്യുക. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി അഥവാ ചിക്കനിൽ നിന്ന് വെള്ളമൊന്നും ഊറി വന്നിട്ടില്ലെങ്കിൽ തന്നെ 1/2 കപ്പ് ചേർത്ത് നോക്കുക. എന്നിട്ട് ചിക്കൻ വേകുന്നതനുസരിച്ചിട്ട് വെള്ളം ചേർത്താൽ മതി. ഓവറായിട്ട് വെള്ളമായാൽ ദമ്മ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാകും. ഈ സമയം കൊണ്ട് നമുക്ക് റൈസ് പ്രിപ്പയർ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ഗീ ഓർ റിഫൈൻഡ് ഓയിൽ ചേർക്കണം. അതിലേക്ക് സ്പൈസസ് ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഹാഫ് ആൻ അവർ സോക്ക് ചെയ്ത് ഡ്രെയിൻ ചെയ്ത റൈസ് 2 മിനിറ്റ്സ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന റൈസിന് 1 കപ്പ് റൈസിന് 1.25 കപ്പ് അളവിലാണ് വാട്ടർ വേണ്ടത്. ഇത് ഞാൻ ബോയിൽ ചെയ്ത് വെച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഒന്ന് തിളച്ച് വരുമ്പോൾ മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെള്ളം വറ്റിച്ചെടുക്കുക ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു 12 മിനിറ്റ്സ് വേവ് ബാക്കി വെച്ചിട്ടുണ്ട്, കാരണം അത് ദമ്മ് ചെയ്യുന്ന സമയമാണ്. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കനും വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഒഴിച്ച വെള്ളമൊന്നുമല്ല, ചിക്കനിൽ തന്നെ ഊറി വന്ന വെള്ളം തന്നെയാണ്. ഞാൻ ദം ചെയ്യുന്നത് മറ്റൊരു പാനിൻ്റെ മുകളിൽ വെച്ചിട്ടാണ്. ആദ്യം ഫ്രൈഡ് ഓനിയൻ നിരത്തിയതിന് ശേഷം റൈസ് നിരത്തുന്നുണ്ട്. റൈസിൻ്റെ മുകളിലേക്ക് തന്നെ ഫ്രൈഡ് ഓനിയനും കൊറിയാണ്ടർ ലീവ്സും മിൻറ്റ് ലീവ്സും ചേർക്കുന്നുണ്ട്. നേരത്തെ പൊടിച്ച് വെച്ച ഗരം മസാലയുടെ ഒരു 1/4 ടീസ്പൂൺ എടുത്തിട്ട് കൈകൊണ്ട് തന്നെ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ ഇടുന്നുണ്ട്. വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ടിട്ട് സെയിം പ്രൊസീജിയർ. ലാസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് ടർമറിക് റോസ് വാട്ടറിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ അത് ചേർത്ത് കൂടെ 1 ടേബിൾ സ്പൂൺ ഗീയും ചേർത്ത് 12 മിനിറ്റ്സ് നമുക്ക് ദം ചെയ്തെടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാം. 12 മിനിറ്റ്സ് ആണ് ഞാൻ വെക്കുന്നത്. ഇനി പാന് ഹീറ്റ് നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ആഫ്റ്റർ 12 മിനിറ്റ്സ് നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള ആവി പറക്കുന്ന ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ മുകളിലുള്ള ചോറൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കാം. മുകളിലത്തെ റൈസ് ഒന്ന് മിക്സ് ചെയ്ത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് താഴെയുള്ള മസാല പുരണ്ട ചിക്കനോടുള്ള റൈസ് ആദ്യം വിളമ്പിയിട്ട് വേണം മുകളിൽ ഈ റൈസ് ഇട്ടിട്ട് വേണം സെർവ് ചെയ്യാൻ. നമ്മൾ പാനിൽ വെച്ചിട്ട് ദം ചെയ്തുകൊണ്ട് തന്നെ കണ്ട ഇതിൻ്റെ അടിയിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. നല്ല ക്ലിയർ ആയിട്ട് തന്നെ കാണുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ.